നേരത്ത് വീട്ടിൽ കയറി പെണ്ണുങ്ങൾ താളാവുന്നടാ നീ. എടാ ഇറങ്ങി വേടാ, കൃഷ്ണനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ആരടാ അവിടെ കിടന്ന് ബേളം ഉണ്ടാക്കുന്നത്? നിന്റെ അന്തകൻ. ഇറങ്ങി വേടാ പുല്ലേ. പഴയ ഇഷ്ടക്കാരിയുടെ കെട്ടിയോനാ. അവിടെ ചെന്ന് വല്ല സഹായവും ചെയ്തു കൊടുത്ത് കാണും. എന്റെ പഴയ ഇഷ്ടക്കാരി എന്റെ അമ്മൂമ്മയാടി. ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അത് ചോദിക്കാൻ നീ ആടാ. അവിടെ കിടന്ന് ഒച്ച വയ്ക്കാണ്ട് പോടാ. പോയില്ലേ നീ എന്ത് ചെയ്യൂടാ? കൃഷ്ണനെ ഒലക്കമ്മയെ കിടത്തി ഉരുട്ടുവോ? വേടാ ഇവിടെ. കൃഷ്ണ നീ എന്നോട് മേടിക്കും. ആ പുല്ലേ, എന്നാ നീ ഒന്ന് ഉണ്ടാക്കണ. ഇന്ന് രണ്ടിലൊന്നും അറിയാൻ തന്നെയായി കൃഷ്ണൻ വന്നിരിക്കുന്നത്. ചെല്ല് ചെല്ല്. അവളങ്ങനെ രണ്ട് കെട്ടിൽ കിടന്ന് സൂഹിക്കണ്ട. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി വേണ്ടെന്ന് പറഞ്ഞ അടിച്ചെന്റെ പെരലേ പിടിപ്പെടാ. എന്റെ കെട്ടികളെ പറ്റി എനിക്ക് തോന്നിയൊക്കെ ഞാൻ പറയും. അത് ചോദിക്കാൻ നീയാണ് കൃഷ്ണന്റെ അച്ഛൻ. എന്റെ ഭാര്യ പഴയ മഹാപഴയ. ഒന്നിങ്ങോട്ട് വന്നേ. ഇവന്റെ ബോധം പോയെന്നാ തോന്നുന്നു. ഒന്ന് താങ്ങ്. അതിന് ബോധം വന്നപ്പോഴേ ഇല്ലല്ലോ. തന്നെ താങ്ങിയാ മതി. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. എല്ലാരും ഉറങ്ങിയോ? ഒന്നിങ്ങോട്ട് വരണേ. അതെ ഇതിനെയൊക്കെ എന്തിന് സൃഷ്ടിച്ചെന്റെ ഉടയ തമ്പുരാനെ. ഇതെന്റെ വീടല്ലേടാ. നീ ഇവിടെ നീ എന്തിനീ നേരത്തെ എന്റെ വീട്ടിൽ വന്നു? ഒന്നുമില്ല, തലയത്തിന് വെള്ളം ഒഴിച്ച. ഈ രാത്രിയിൽ ഇവൻ ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്ക് പറയണം. ഒറ്റ അടി വെച്ചാൽ ഞാൻ നിന്നെ കൊണ്ട് വന്നാ. എലിയും കൊണ്ടുവന്നു. എവിടെ ആകാശത്ത് കുറച്ചു മുമ്പ് ഞാൻ നിന്നെ തല്ല് പറഞ്ഞോ. അപ്പൊ നീ ബോധം കിട്ടുപോയി. എന്തോന്ന് നിന്റെ ഒറ്റ തല്ല് കിട്ടാൻ ബോധം കിട്ടുന്നു. എടാ എന്റെ കെട്ടിയുള്ള മുമ്പ് ആളാ പുളു പറയുന്നു. നാലാള് കേക്ക് പറയാൻ കൊള്ളാത്തതൊക്കെ നിന്നെ പറ്റി വിളിച്ചു പോയപ്പോ ഞാനും തല്ലി. എടാ എന്റെ കെട്ടികളെ കുറിച്ച് ഇഷ്ടമുള്ളത് ഞാൻ പറയും. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഞങ്ങളെ ഉപദ്രവിക്കാതെ ദേവി, ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ? മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. ബോധമില്ലാത്ത ഇതിനെ വഴിയിലിട്ട് പോരുതല്ലോ നോർത്ത് ചുവന്നോണ്ട് വന്നിട്ട് ഇപ്പൊ കുറ്റം എനിക്കായോ? വേല നിങ്ങക്ക് എന്ത് ഉപദ്രവം ഉണ്ടാക്കിന്നാ പറയുന്നത്? പോകാൻ പറഞ്ഞ വേല ഞാൻ പൊയ്ക്കോളാം. അത് ഈ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയണ്ട. മോള് പേടിക്കണ്ട കേട്ടോ. അച്ഛനെ കള്ള മൂത്ത് തലക്ക് പിടിച്ചതാ. നേരം വെളുക്കുമ്പോ ശരിയാവും. മോള് പോയി കിടന്നു. രണ്ടാളും കൂടെ എന്നെ കുളിപ്പിച്ച് കിടത്താന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. പോയി തോർത്തെടുത്തോളാം. കെട്ടിയ പെണ്ണിനെ മക്കളെ മാനം മര്യാദയായിട്ട് നോക്കാൻ അറിയാത്തവൻ ആണാന്നും പറഞ്ഞ് മീശയെ വെച്ച് നടക്കരുത്. ഇവരുടെ കണ്ണീരിനെ ചത്താലും നീ ഗതി പിടിക്കില്ല. കൃഷ്ണനെ ഉപദേശിക്കാനും നന്നാക്കാനും മാത്രം നീ ആയില്ലടാ. ഒന്ന് വേഗം നോക്കണോ. മഴ ഇക്കുറി കുറെ നേരത്തെ ആവുമെന്നാ തോന്നുന്നത്. പണി ഇത്തിരി സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള മരം മുറി ഇക്കൊല്ലം നടക്കണ്ട. ഞങ്ങൾ കുറച്ച് ചുള്ളിക്കമ്പ് പെറുക്കിക്കോട്ടെ നിലാണ്ടേട്ടാ. ചുള്ളിക്കമ്പെന്നും പറഞ്ഞ് ഉള്ള വിറക് മുഴുവൻ നിങ്ങൾ പുറക്കോട്ട് പോകും. എന്നോട് ചോദിക്കണ്ട. ചെറിയ പേര് അവിടെ ഉണ്ട്. അങ്ങോട്ട് എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ചോദിച്ചോളാം. നിങ്ങൾ അതിന് ഉടക്ക് പറയാണ്ടിരുന്നാ മതി. എന്താടി നിന്റെ പേര്? ജാൻസി റാണി. ഇത് മുംതാസ് ബീഗം. മാപ്പിളാരാ. ഇക്കുറി ഉത്സവത്തിന് മട്ടാഞ്ചേരിന്ന് നല്ല ഉശിരുള്ള തല്ലുകാരെ ഇറക്കണം. അടിച്ചവച്ച കയ്യും കാലും ഒടിച്ചൊരു ഭാഗത്തിട്ട പിന്നെ നീട്ടി ഇറക്കണം. ചെറിയ പേര് കൊച്ചിയിലെ സേട്ടുവിനെ വിളിച്ച് നല്ല മസിലുള്ള 5-6 ആൾക്കാർ ഏർപ്പാടാക്കിത്ത ബാക്കിയല്ല ഇമ്മൻ പറയും. എടോ, അവനുള്ള മരുന്ന് മട്ടാഞ്ചേരിക്കാരൊന്നുമല്ല. വേലായുധനൊരു വീട്ടിൽ കയറി ചെന്ന അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവണം. അവനെ കാണുമ്പോ അപവാദം ഭയന്ന് സ്ത്രീകൾ വാതിലടയ്ക്കണം. അപ്പൊ പിന്നെ തന്റെ പിരിവ് തടയാനൊന്നും അവൻ വരില്ല. വേലായുധൻ സഹായിക്കാൻ ചെല്ലുമ്പോ അവര് തന്നെ ആട്ടിപ്പായിച്ചോളൂ. അടുപ്പ് കത്തിക്കാൻ ഞങ്ങൾ കുറച്ച് ചുള്ളി പെറുക്കിക്കോട്ടെ ചെറിയ പേരെ. ചുള്ളി മാത്രമേ എടുക്കാവൂ. ആ കത്തിയും കൊടികളൊക്കെ അവിടെ ഇട്ടു പോ. തിരിച്ചു പോകുമ്പോ എടുത്താ മതി. ആ കേളപ്പന്റെ മോളല്ലേ? അതെ, ലീല. കുട്ടികളൊക്കെ അങ്ങ് വളർന്ന് വലിയ പെണ്ണുങ്ങളായല്ലേ? ആ കാശ് എടുത്തു തന്നിരുന്നേ എനിക്കിങ്ങ് പോകായിരുന്നു. ഇതിപ്പോ താൻ ചിട്ടി കമ്പനി നടത്തുന്നത് എന്റെ കാശ് കണ്ടിട്ടാണോന്നൊരു സംശയം.
ഇപ്പൊ എത്രയായിന്ന് വല്ല കണക്കും സൂക്ഷിക്കുന്നുണ്ടോ? കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയാൻ പേരെ. ദാ, ഇതിന് ഞാൻ വേറെ കടലാസും രേഖയൊന്നും തന്റെ എഴുതി വാങ്ങുന്നില്ല. അതുകൊണ്ട് പവർ ആന്റണി ചെറിയാൻ പേരുടെ പേർക്ക് ഒപ്പിട്ട് വാങ്ങണം. എന്നിട്ട് ആ കടലാസ് പുതുശ്ശേരി വീട്ടിൽ കൊണ്ടുതരണം. അതല്ലേ ഈ കുറിപ്പിന് ഇത്രയ്ക്കെങ്കിൽ വിശ്വാസം ഇല്ലാതായാലോ? തനിക്ക് ബുദ്ധി അല്പം കുറവാണെന്നുള്ളൊരു ഗുണമേ ഞാൻ കാണുന്നുള്ളൂ. ചെല്ല്. പ്രകാശ മതി വാ. അമ്മേ 5 മിനിറ്റോടെ. ദാ, നീ ഇങ്ങോട്ട് വാ. പ്രകാശ നീ കണ്ടിട്ടുണ്ടോ മൂപ്പർ അരയിലെ കത്തി? ആ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മീൻ കൊത്തിക്കുന്നതിന്റെ കൊക്ക് പോലെയാ. അതിന് ഭയങ്കര മൂച്ചയാ. എനിക്കൊന്ന് കാണണമായിരുന്നു. ചെല്ലടാ നീ പോയി ചോദിക്ക്. പ്രകാശ മതി, ഇങ്ങോട്ട് കയറിയ മഴ പെയ്യും. ഇപ്പൊ വരെ ഒരു 5 മിനിറ്റ് കൂടി. പോടാ ചോദിക്കടാ. നീ കുളിക്കാൻ വന്നാ? ആ കത്തി ഒന്ന് കാണിക്കോ? ഏത് കത്തി? അരയിലുള്ള കത്തി. എനിക്കല്ല ഇവർക്കാ. കത്തി അരയെന്ന് ഊരിക്കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും കുത്തിക്കൊന്നിട്ട് വെക്കൂ. ആരാ നിങ്ങളോട് ഈ വേണ്ടാത്തൊക്കെ പറഞ്ഞിരുന്നേ? നീയാണല്ലേ? ഓരോ കഥകളെ. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ. അവിടെ നിൽക്ക്. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ കിട്ടുന്നുണ്ടല്ലോ, സന്തോഷമായി. ഹരഹരോ ഹരഹര. നിങ്ങളെ ചിരിക്കുന്നത് അത് നോക്ക്. റേഷൻ കടക്കാരൻ കൃഷ്ണന് കള്ളും അടിച്ച് കയറി ചെന്ന് അലമ്പാക്കാൻ വിളമ്പി വെച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായ സദ്യ കണ്ടോ? ചെറിയതും പേര് എണ്ണിക്കോ. കൊടിയേറി 21 നാൾ ഉത്സവം ഇക്കുറി വേലായുധനെ വീഴ്ത്തിയിരിക്കും. മട്ടാഞ്ചേരിക്കടന്ന് വന്ന് പൊക്കോട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാവും. ഒരു സന്തോഷ വാർത്ത. ഈ കുറി ഉത്സവ പരിപാടികളുടെ ഭാഗമായി നമ്മുടെ എക്കാലത്തെയും തലവേദനയായ വേലായുധനെ ഒതുക്കാനും അവന്റെ കാല് തല്ലി ഒടിക്കാനും മട്ടാഞ്ചേരിയിൽ നിന്നും 5 മല്ലന്മാരെയാണ് നമ്മൾ ഇറക്കുന്നത്. വേലായുധന്റെ കാലൊടിച്ച് കഴിയുന്നതോടെ മിമിക്രിയും ഗാനമേളയും തുടങ്ങും. അത് മുണ്ടോട്ടര ജനതാ ട്രൂപ്പിന്റെ വക. ജനതാ ട്രൂപ്പ് എന്നൊക്കെ പറയും. അവസാനം ഈ വെള്ളിയെ കൊണ്ട് പാടിക്കും. ഗണേശൻ പാടാതെ ഞാൻ നോക്കിക്കൊള്ളാം. കുറുപ്പിന് ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. അല്ലടാ ഒരു പൊതുപ്രവർത്തകന്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്തത് കൃഷ്ണ. നിങ്ങൾക്കൊക്കെ വേണ്ടി ആ പഞ്ചായത്ത് മട്ടാഞ്ചേരിക്കാരെ കൊണ്ടുവരുന്നത്. നോക്കി നിൽക്കാൻ എഴുതാ ശോക താഴത്തോടി കൃഷ്ണമക ₹50. എന്റെ എവിടുന്നാ കാശ്? ഒരു 2 റുപ്യെങ്ങാനും എഴുതിക്കോ. 2 റുപ്യ? ഇപ്പോഴത്തെ വില നിലവാരങ്ങളെ കുറിച്ചൊന്നും ശാന്തയ്ക്ക് അറിയാത്തോണ്ടാ. ഒരാളെ തല്ലി കാലൊടിക്കാനൊക്കെ ഇപ്പൊ എത്രയാ കാശെന്നാ? പിടിച്ചു കൂട്ടിലിട്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ ലോകവിവരം ഉണ്ടാവാനാ? അല്ല ശാന്തയ്ക്കും വേണ്ട ഒരു മോചനം. അതെ, മട്ടാഞ്ചേരിക്കാരാ വരുന്നത്. അതും 5 പേര്. അത് നിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ തന്നെ നല്ലൊരു തുക കാണണ്ടേ? നേരിട്ട് ദുരിതം അനുഭവിക്കുന്നവരിൽ നിന്നും 50 റുപ്യ വെച്ച് ഗുണ്ടാ ഫണ്ടിലേക്ക് പിരിക്കാനാ പഞ്ചായത്തിന്റെ തീരുമാനം. ഇത് കാശിന്റെ കാര്യം മാത്രമല്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കൂടിയാണ്. എന്താ മെമ്പറെ, ഉത്സവത്തിന്റെ പിരിവാ? എന്താ ഇവിടെ പിരിവും പാടില്ലേ? അത് ശരി, കുണ്ടായ്സ. അണ്ണ അണ്ണന്റെ 50 റുപ്യ ഉണ്ടോ? എന്തിനിപ്പോ 50 റുപ്യ? ഇവരൊന്ന് പറഞ്ഞു വിടാനാ. ഏതായാലും പഞ്ചായത്ത് തീരുമാനിച്ചാൽ രസീത് ഇങ്ങ് എത്തിച്ചേക്കാം. ഓ അവിടെ വാ നോക്കിക്കാതെ വാടോ. അല്ല 50 റുപ്യ നീ പിരിവ് കൊടുത്താണോ? അല്ല, കുറുപ്പിന് കടം കൊടുത്തത്. എടി 5 10 ആണേ മനസ്സിലാക്കാം. അണ്ണനെ തല്ലി കാലോടിക്കാൻ 4-5 ആളെ കൊണ്ട് വരുന്നെന്ന്. മട്ടാഞ്ചേരിക്കാരാന്നോ, അവർക്കൊക്കെ വലിയ റേറ്റാന്നൊക്കെയാ പറയുന്നത്. 5 ആള് മട്ടാഞ്ചേരിക്കാര്, എന്നാലും 50 റുപ്യക്ക് മാത്രം വരുമോ? വേഗോട്ടെ വേഗോട്ടെ, ഇറങ്ങി വാ ചേട്ടാ, വേഗോട്ടെ. ഈ വേലായുധനാലെങ്ങനെ പൈസ? അല്ല 5 ആൾ തികച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. 5 പേരെ കൊണ്ടുവരുന്നെന്നും പറഞ്ഞ പഞ്ചായത്ത് പിരിവിടുന്നത്.
മെമ്പർക്ക് കാശടിക്കാനുള്ള ഒരു പണിയാ. അപ്പൊ നമ്മളൊക്കെ പഞ്ചായത്താണല്ലേ, സർക്കാർ പരിപാടി അതിന്റെ പേരില് ഫുഡൊക്കെ നന്നായിരിക്കും അല്ലേ? സർക്കാരോ? അതാര്? ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത്. തല്ലിന് പോണെങ്കിൽ ചെറായി പോണം. കള്ളും കരിമീനും കഴിച്ച മനുഷ്യൻ പണ്ടാറേക്ക് പോകും. ആ ഈ കടവ് കടന്ന മുള്ളംകൊല്ലിയായി. നിങ്ങളിരുന്നോ, ഇത് ഞാൻ പോയിക്കോളാം. വേലായുധന്റെ കാല് തല്ലി ഓടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ ഇതിൽ ഇടപെടണ്ടെന്ന് ചെറിയ നമ്പ്യാര് പറഞ്ഞിട്ടാ ഞാൻ വിട്ടത്. ഒന്ന് വേഗമാണോ? ഒരു വയസ്സം കാക്കയാ ഇവിടുത്തെ തുഴക്കാരൻ. നീന്താൻ പോവാ? ഒരു ചൊറിച്ചിൽ ബസ്സിലിരുന്നതിന്റെയാ. ആ മാന്തിക്കണ്ട, മാന്തിക്കോ. ആ ഇതാരൊക്കെയാ കീരിയ വിരുന്നുകാര്? നിന്റെ ബന്ധുക്കളാ? ആ അതെ, ഉത്സവം കാണിക്കാൻ കൊണ്ടുവന്നായിരിക്കും. വാ കേറ്. ആ എല്ലാരും കയറ്, കയറിക്കോ കയറിക്കോ. എനിക്ക് സൈഡ് സീറ്റ് വേണം, കാറ്റ് വേണം. ഇവിടെ ഇരിക്കാം. വാ. ആ. എന്നെ തന്നെ ഞാൻ പറ്റിച്ച്. കീരിയുടെ അമ്മോന്റെ അമ്മായിയുടെ ഒക്കെ മക്കളായിരിക്കും അല്ലേ? ആ അതെ. ഇവനെ മാത്രം കീരിയുടെ ബന്ധുവാന്ന് കണ്ടാ പറയൂല. അത് ഞാൻ മസിൽ ലൂസാക്കി പിടിച്ചിട്ടാ. മസില് ലൂസാക്കി പിടിച്ചിട്ടാ. ആ ചിലപ്പോ അതായിരിക്കും. പേരെങ്ങനാ? രാജൻ, ഇടിമുട്ടി രാജൻ. ഹോ, പേര് കേട്ട ആരും ഒന്ന് ഞെട്ടിപ്പോവും കേട്ടോ. പേര് കേട്ടത്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. ഇതെന്താ പറഞ്ഞ മനസ്സിലാവില്ല. ചവിട്ടില്ലേ അവര് ഭക്ഷണം. എല്ലാവർക്കും കാണാനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സംയമനം പാലിക്കൂ. എല്ലാവരും വയറു നിറച്ച് കഴിച്ചല്ലോ, സന്തോഷമായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി. ഗുണ്ട ഒന്നിന് 3 പൊറോട്ടയും 1 കറിയുമാ പഞ്ചായത്ത് വകയിരുത്തിയത്. ഇപ്പൊ 8 പൊറോട്ടയും 3 കറിയായി. ഇനിയും വേണ്ടി വരുമോ? ഫുഡ് മോശമായ ഇടിയുടെ വെയിറ്റ് കുറയും, അതാ പ്രശ്നം. മെമ്പറെ അടി വന്നാണ് കേട്ടോ, അത് ഉറപ്പാ. അതന്നെ കയ്യും കാലും ഒടിച്ചൊരു മൂലക്കാക്കണം. ഇനി ഞമ്മത്തിലെ വണ്ണിട്ട് നടക്കണം. എന്താ ഇവിടെ ഒരു കോള്? മട്ടാഞ്ചേരിന്ന് കൊണ്ടുവന്ന ഗുണ്ടകൾക്ക് തീറ്റ കൊടുക്കുക. ഓ പഞ്ചായത്തിന്റെ പരിപാടിയാ. ഞാനും 50 രൂപ കൊടുത്തതാ. നോക്കട്ടെ. ഇനിയും വേണ്ടി വരുമോ? ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് കഴിച്ചാ മതി. ഓ ഇത് വീണ്ടും അടിക്കേണ്ടി വരും. എന്തൊരു തീറ്റ. മട്ടാഞ്ചേരിക്കാർ ഒറിജിനൽ തന്നെയാണോ മെമ്പറെ? ഒറിജിനലാണോ കുന്നംകുളമാണോ എന്ന് പോയി മണപ്പിച്ച് നോക്ക് പോ. വീരബാബു ഏറ്റവും നന്നായത് അല്ലേടി? വീരബാബു അല്ലടി കോന്തി, വീരബാഹു. സുബ്രഹ്മണ്യന്റെ സേനാനായകൻ. ഇത് ശൂരപത്മാസുരൻ, അത് താരകാസുരൻ. ഓ അതൊക്കെ എനിക്കറിയാം. ഓ വാ. അങ്ങോട്ട് നോക്കടി. മാന്യനായൊരു വായി നോക്കി. നിനക്കറിയുന്ന ആളാ? നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി ചുന്ദരിക്കോതെ കണ്ടാ മതി. നിന്നെ തന്നെ നോക്കണേ. ജാതി എന്താന്ന് ചോദിക്കണോ? കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് പോലീസുകാർ കുറച്ചുകൂടെ വേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞാലേ കിട്ടൂ. ഏയ് മുള്ളംകൊല്ലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല. ആ സാറുക്കാർക്ക് ആദ്യമായിട്ടാണല്ലേ? പുറത്തുനിന്നുള്ള ആൾക്കാര് ധാരാളം വരുന്നുണ്ടല്ലേ? ഇതൊന്നല്ല, രാത്രി ഗാനമേള തുടങ്ങാനാകുമ്പോ ഇനിയും ആള് കൂടും. ആ ഇവിടെ ആരാ ഒരു വേലായുധൻ?